ഏറ്റവും സ്നേഹാധരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അളവറ്റ ദയാപരനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകം മുഴുവനും പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർവണമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാർ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കണം. മനുഷ്യ സ്നേഹത്തിൻ്റെ തരിമ്പ് പോലുമില്ലാത്ത ധിക്കാരികളും വഞ്ചകന്മാരുമെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന യഹൂദി എന്നും ബനു ഇസ്രായേൽ എന്നും അഹ്ലുൽ കിതാബുകളെന്നുമൊക്കെ ഖുർആൻ വിശേഷിപ്പിച്ച ജൂതന്മാർ, അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അവരുടെ നിലപാടുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എന്ത് പ്രതിപാദ്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ യഹൂദികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അഥവാ ജൂതന്മാരെക്കുറിച്ച്. അവർ അഹങ്കാരികളായിരുന്നുവെന്നാണ്. അഹങ്കാരം അവരുടെ മുഖമുദ്രയായി സ്വീകരിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുകയാണ്. അവരെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ അതിലെ 82-ാമത്തെ ആയത്ത്, അവരെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. എന്താണ് അവരുടെ സ്വഭാവം? സത്യവിശ്വാസികളുടെ ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാരെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച വിഷയം ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു പൈതങ്ങളോട് പോലും കാരുണ്യം നഷ്ടപ്പെട്ട ആ ജൂതന്മാർ, പൈതാഹത്തിന് വേണ്ടി കരയുന്ന കുട്ടികളെ അവരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന പൈശാചികന്മാരായിട്ടുള്ള യഹൂദികൾ, അവരുടെ മുന്നിൽ വിശ്വാസികൾ എന്നുള്ള മാനദണ്ഡം മാത്രമാണുള്ളത്. വിശുദ്ധ ഖുർആനിലെ നാം ഇവിടെ സൂചിപ്പിച്ച ആയത്ത് നോക്കൂ. ലതജിദന്ന അശദ്ദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത്, അദാവത്തൻ ലില്ലദീന ആമനു അൽ യഹൂദ്, വിശ്വാസികളോടാണ്. ജനങ്ങളോട് ഏറ്റവും കൂടുതൽ യഹൂദന്മാർക്ക് വെറുപ്പും വിദ്വേഷവുമുള്ളത് യഹൂദികൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവരുടെ കഠിനമായ വെറുപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ മറ്റു ചില സ്ഥലങ്ങളിൽ സൂറത്തുൽ ബഖറയുടെ 61, സൂറത്തു ആലി ഇംറാനിലെ 113, അങ്ങനെ ഒട്ടനവധി ആയത്തുകളിൽ അവർ അമ്പിയാക്കന്മാരെ പോലും വധിച്ചു കളഞ്ഞവരാണ്, കഠിന ഹൃദയരാണ്, നിഷ്കാരുണ്യം. അമ്പിയാക്കന്മാർ പോലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ റബ്ബിൻ്റെ വഹദാനിയത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി വന്ന നബിമാരെ പോലും അറുകൊല ചെയ്ത് കളഞ്ഞവർ എന്നാണ് ഈ യഹൂദികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ. കാനൂ യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവും കൂടാതെ, ഒരു നീതിയും കൂടാതെ അമ്പിയാക്കന്മാരെ പോലും കൊലപ്പെടുത്തിയ കാട്ടാളന്മാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് വാദിച്ചവരാണ് ഈ യഹൂദികൾ. ക്രൈസ്തവർ അങ്ങനെ വിശ്വസിക്കുകയാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ആ യഹൂദികളുടെ അവകാശവാദത്തിന് തരിമ്പും വിലയില്ല. അവർ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ്. ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നുള്ള ഇവരുടെ വാക്കുണ്ടല്ലോ, മഹാ അപകടം പിടിച്ച വാക്കാണ്. അല്ലാഹ് പറയുകയാണ്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും,
അവർ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോവുകയാണ്. അക്കാര്യത്തിൽ അവർ സംശയാലുക്കളാണ് ഈ വിഷയത്തിൽ. അവർ ഊഹം മാത്രമാണ് അനുധാവനം ചെയ്യുന്നത്, യാഥാർത്ഥ്യമല്ല. അവർ കെട്ടിച്ചമയ്ക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് ഈസാ നബിയെ കുറിച്ച് അല്ലാഹു പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യഹൂദികൾ കൊന്നിട്ടില്ല, അള്ളാഹുവിങ്കലേക്ക് റഹ്മാനായ റബ്ബ് ഉയർത്തുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 157 മുതലുള്ള ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവർ ധിക്കാരികളാണ് ചരിത്രത്തിൽ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ നേരിട്ട് കണ്ട ഒരു സമൂഹമാണ് ഈ യഹൂദികൾ. നേരിട്ട് കാണുകയാണ്. അവരുടെ ദാഹജലത്തിന് വേണ്ടി 12 ഉറവകളിൽ നിന്നും മൂസാ നബിയുടെ കയ്യിലിരുന്ന വടി കൊണ്ട് അടിച്ച് അതിൽ നിന്നും ഉറവകൾ പുറപ്പെട്ടുവെന്നാണ്. അങ്ങനെ അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. മൂസാ നബിയുടെ ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ നേരിട്ട് കണ്ട യഹൂദികൾ, ബനു ഇസ്രായേല്യർ. ആകാശത്ത് നിന്നും പ്രത്യേകമായ അന്നം ഇറക്കി കൊടുത്തു ഈ യഹൂദികൾക്ക്, ബനു ഇസ്രായേല്യർക്ക്. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ നിന്നും ഒരുപാട് വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ നൽകിയെന്നും വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ ദൃഷ്ടാന്തങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ടും കാരുണ്യം നഷ്ടപ്പെട്ട ഈ യഹൂദികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇതെല്ലാം നൽകിയിട്ടും അവരുടെ കൽബുകൾ പാറ പോലെ ഉറച്ചുപോയെന്നാണ്. കാരുണ്യം നഷ്ടപ്പെട്ടവരുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യഹൂദികൾ എന്ന് വിശുദ്ധ ഖുർആൻ. അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ ഉറച്ചുവെന്ന് മാത്രമല്ല, അതിനേക്കാളും ഉറച്ചുപോയി അവരുടെ ഹൃദയങ്ങൾ. അതുകൊണ്ടാണല്ലോ വിശ്വാസികളെ നോക്കൂ, കരുണ നഷ്ടപ്പെട്ട ഈ മനസ്സുകളുടെ ഉടമകൾക്കല്ലാതെ പിഞ്ചു പൈതങ്ങളെ വെടിവെച്ചു കൊല്ലുവാനും നിഷ്ഠൂരമായി വധിച്ചു കളയുവാനും ആർക്കാണ് സാധിക്കുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര കൃത്യമാണ്. അസൂയാലുക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ അസൂയാലുക്കളെന്നാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 105-ാമത്തെ ആയത്ത്. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സില അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ നൽകിയാൽ, റഹ്മത്ത് നൽകിയാൽ അതിനെ അസൂയ വെച്ചുകൊണ്ട് ജീവിക്കുക, അത് മുശ്രിക്കുകളുടെയും യഹൂദികളുടെയും സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. ഈ യഹൂദികൾക്ക് അത് അവർ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസികൾക്ക് എന്തെങ്കിലും നന്മകൾ വന്നാൽ, റഹ്മാനായ റബ്ബിൻ്റെ എന്തെങ്കിലും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവരൊട്ടും ഇഷ്ടപ്പെടുകയില്ല. ഇത് യഹൂദികൾക്കുള്ള ഒരു സ്വഭാവമാണ്. ജീവിതത്തിൽ ദുനിയാവിനോടുള്ള ആർത്തിയും മരണഭയവും ഏറ്റവും പിടികൂടിയ ഒരു വിഭാഗമാണ് യഹൂദികൾ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 96-ാമത്തെ ആയത്ത്. വലതജ്ദന്നഹും അഹറസുന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ. ദുനിയാവിനോട് ഏറ്റവും ആർത്തി പൂണ്ട ഒരു വിഭാഗമാണ് യഹൂദികൾ. മുശ്രിക്കുകളാണ് ദുനിയാവിനോട് ഹുബ്ബ് വച്ചവർ. അവരെക്കാളും ഏറ്റവും കൂടുതൽ ദുനിയാവിനെയും ജീവിതത്തെയും ഇഷ്ടപ്പെട്ടവരാണ് യവദ്ദു അഹദുഹും. അവരിൽ ഉള്ളവരുടെ ആഗ്രഹം എന്താണെന്നറിയുമോ? ലൗ യുഅമ്മറു അൽഫ സനത്തിൻ. 1000 വർഷം ഞങ്ങൾ ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് 1000 വർഷം ഈ ദുനിയാവിൽ ജീവിച്ചാൽ പോലും ഞങ്ങളുടെ ആഗ്രഹം തീരുകയില്ല എന്ന് യഹൂദികളുടെ ഇഷ്ടമാണ്, അവരുടെ മനസ്സകങ്ങളിലുള്ള ആഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തെ ഭയപ്പെടുന്ന ഒരേ ഒരു വിഭാഗം യഹൂദികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്കൂ, ഇന്നും ഇസ്രായേൽ അവിടെ ജൂതന്മാർ ഒരു വീടെടുക്കുമ്പോഴേക്കും വീടിൻ്റെ കൂടെ എടുക്കുന്നത് ബങ്കറുകളാണ്.
ബങ്കറുകളാണ്. കാരണം അവരുടെ വീട്ടിൽ സുരക്ഷിതമല്ല എന്ന് അവർക്കറിയാം. കാരണം അന്യായമായി വിശ്വാസികളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആ ഭൂമിയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് അവർക്ക് ന്യായമായും അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും മരണഭയം. അതുകൊണ്ടാണ് ഒരു വീട് എടുക്കുമ്പോഴേക്കും അവർ കൂടെ എടുക്കുന്നത് ബങ്കറുകൾ. ഇപ്പോഴും നോക്കൂ, നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ തെരുവോരങ്ങളിൽ അവരുടെ നേതാക്കന്മാർ പോലെ ബങ്കറുകളിൽ അഭയം തേടി പോവുകയാണ്. ജീവിതത്തോടുള്ള ആഗ്രഹം, മരണത്തോടുള്ള ഭയം. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത്. മരണഭയം അവരെ പിടികൂടുകയാണ്. എന്നിട്ട് വീടുകൾ വിട്ടിറങ്ങി ഓടുകയാണവർ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമേ. ദുനിയാവിനോടുള്ള ഹുബ്ബും വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പുമാണ് ജൂതന്മാരുടെ അടയാളമായി വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് ഞങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്നാണ്. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, അവരുടെ അവകാശവാദമാണ്. യഹൂദികളുടെയും ക്രൈസ്തവരുടെയും അവകാശവാദം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടക്കാർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്. ഇത് ആരുടെ വാദമാണ്? അഹ്ലി കിതാബുകാരുടെ അവകാശവാദമാണ്. പിന്നെ മറ്റൊരു അവർക്കുള്ള അവകാശവാദം എന്താണ്? ഞങ്ങൾ ഇന്നല്ലെങ്കിൽ ഞങ്ങൾ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും, മരിച്ചു കഴിഞ്ഞാലോ നരകം സ്പർശിക്കുകയില്ല. യഹൂദന്മാരുടെ വാദമാണ്. വഖാലൂ ലം തമസ്സനന്നാർ, ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല. അഥവാ നരകം സ്പർശിച്ചാൽ ഇല്ല അയ്യാമം മഅദൂദതൻ, എണ്ണപ്പെട്ട ദിവസമല്ലാതെ. ശാശ്വതമായി ഞങ്ങൾ നരകത്തിൽ കിടക്കുകയില്ല. ഞങ്ങളുടെ തെറ്റ് കാരണം, പാപം നിമിത്തം കുറഞ്ഞ ദിവസം മാത്രമേ ഞങ്ങൾ നരകത്തിൽ കിടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ശാശ്വതമായി ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും യഹൂദികൾ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാണ്, ഇല്ല റസൂലേ, അത് അവരുടെ വ്യാജമായ അവകാശമാണ്. അവരോട് ചോദിക്കൂ, അത്തഖദതും ഇൻദല്ലാഹി അഹദാ, എന്തെങ്കിലും കരാറ് അവർ വാങ്ങിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്? ഫലൻ യുഖ്ലിഫല്ലാഹു അഹദഹു, അല്ലാഹ് കരാറ് മാറ്റുന്നവനല്ല. അവരോട് ചോദിക്കൂ നബിയെ, ഈ ജൂതന്മാരോട് ചോദിക്കൂ, നരകം സ്പർശിക്കുകയില്ല എന്നും അഥവാ നരകത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ട ദിവസം മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നും പറയുന്ന ഈ യഹൂദികളോട് അള്ളാന്റെ റസൂലെ ചോദിക്ക്, ഇത് അള്ളാഹു നിങ്ങളോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടോ? അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, എന്തിനാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ നരകം സ്പർശിക്കില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരാണ് എന്ന് പറയുന്നവർ ഇന്നുമുണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ. ഇതൊക്കെ ഒന്ന് തുലനം ചെയ്യണം സഹോദരങ്ങളെ. ഒരു ചരിത്രം, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കിട്ടിയാൽ ആ ആയത്ത് യഹൂദികൾക്ക് സബബുൻ നുസൂലായി ഇറങ്ങിയതാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങിയതാണെങ്കിലും അതേ അവകാശവാദം മുസ്ലിമീങ്ങളിലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കുമുള്ള അവകാശവാദം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, ആണെങ്കിൽ തന്നെ കുറഞ്ഞ ദിവസം മാത്രമേ ഉണ്ട് എന്നുള്ളത് ലാനത്താക്കപ്പെട്ട യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കുമുള്ള അവകാശവാദമാണ്. മുസ്ലിംകൾക്കോ? ചിന്തിക്കണമല്ലോ, അങ്ങനെ വേണമല്ലോ. വർഗീയത എന്ന് പറയുന്നത് ആര് ചെയ്താലും അത് വർഗീയതയാണ്. നരകം സ്പർശിക്കുകയില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങളാൾ നരകത്തിലില്ല എന്ന് പറയുന്നവർ യഹൂദികൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ടവരുണ്ട്. നമുക്ക് അറിയുമല്ലോ ചരിത്രങ്ങൾ. കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ, നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആരുടെ വിശ്വാസം? ഇത് മുസ്ലിമീങ്ങളുടെ സിംഹഭാഗവും വിശ്വസിക്കുകയാണ്. യഹൂദികൾക്ക് എന്തായിരുന്നോ വിശ്വാസം, ആ വിശ്വാസം മുസ്ലിമീങ്ങൾക്കുമുണ്ട്. ഞങ്ങളെ ഷെയ്ഖ് മുഹയ്യദ്ദീനാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹ് ഖുർആനിൽ എന്താ പറയുന്നത്? ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത ബിഹി ഖതിയതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. പാപങ്ങൾ ചെയ്തവർ ആരോ
പാപത്തിന്റെ കരവലയത്തിൽപ്പെട്ടവർ ആരോ അവർ നരകാവകാശികളാണ് നിത്യമായും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫിഹാ ഖാലിദൂൻ. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മാനദണ്ഡം മുജാഹിദോ സുന്നിയോ ജമാഅത്തെ ഇസ്ലാമിയോ അങ്ങനെ ഒന്നുമില്ല. ഖുർആനിൽ പറഞ്ഞത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ രണ്ട് കണ്ടീഷനാണ്. അത് ആരൊക്കെ ഉണ്ടോ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സംഘടനകളൊക്കെ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ളവരെ അട്രസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. സ്വർഗത്തിൽ പോകുമെന്ന് അള്ള പറഞ്ഞത് ഈ മാനദണ്ഡം ആരൊക്കെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നുവോ അവർ സ്വർഗാവകാശികളാണ്. വല്ലദീന ആമനു, അമ്പിയാക്കന്മാരുടെ വിശ്വാസം ആർക്കുണ്ടോ? ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ അള്ളാഹിനോട് മാത്രം പറയുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ ആദർശം. ആ ആദർശം ആരൊക്കെ ഫോളോ ചെയ്യുന്നുവോ അവർ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അമ്പിയാക്കന്മാർ കാണിച്ചു തന്ന മാർഗം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ, ആ സുന്നത്തുകൾ ആരൊക്കെ അനുധാവനം ചെയ്യുന്നുവോ അത് ഏത് സംഘടനക്കാരാകട്ടെ അവർ സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവരാകുന്നു നിത്യവാസികൾ എന്ന് കൃത്യമായ രീതിയിൽ. യഹൂദികൾ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഹസദുള്ളവരാണ്, സ്വാർത്ഥതപരമായ അസൂയയുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 109-ാമത്തെ ആയത്ത്. ഹസദം മിൻ അൻഫുസിഹിം, സ്വാർത്ഥപരമായിട്ടുള്ള അസൂയക്കാരാണ് ഈ യഹൂദികൾ. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ് ഫഅഫു വസ്ഫഹു, വ്യക്തമായ നിലപാട് മനസ്സിലാക്കിയാലും വ്യക്തമായ ആദർശം മനസ്സിലാക്കിയാലും അവർക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു പ്രയാസം അവർക്ക് എപ്പോഴും ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് പ്രവാചക അവരെ വിട്ടേക്കുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ കാത്തിരിക്കുക പ്രവാചക. അവർക്ക് പൊറുക്കുക, ക്ഷമിക്കുക. അവരെ കാട്ടിക്കൂട്ടുന്നതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിഷ്ഠൂരമായി നടത്തുന്ന കൊലപാതകങ്ങൾ, അന്യായമായി രാജ്യത്തിന്റെ മേൽ അതിക്രമകരമായിട്ട് നടമാടുന്ന സംഹാര താണ്ഡവം എല്ലാം റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ വഅദയാണ് വിശ്വാസികളെ. അള്ളാന്റെ കൽപ്പന എന്ന് പറയുന്നത് എത്തിക്കഴിഞ്ഞാൽ പിടികൂടുക തന്നെ ചെയ്യും. ഇതിനേക്കാളും വലിയ കാട്ടാളന്മാരെ, നിഷ്ഠൂരന്മാരായ ഭരണാധികാരികളെ മുക്കിക്കൊന്ന ചരിത്രം നീന്താൻ പോലും അറിയാതെ കാട്ടാളന്മാർ ഈ കടലിൽ കടന്നുകൊണ്ട് മരിച്ചു, ചെങ്കടലിൽ എന്ന് വിശുദ്ധ ഖുർആൻ. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ് വിശ്വാസികളെ. നമ്മളൊക്കെ ഈ ലോകത്ത് കാണുന്ന ഈ കൊലപാതകങ്ങളും കാരുണ്യമില്ലാത്ത ഈ അക്രമങ്ങളുമൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് പിടയാറുണ്ട്. റബ്ബേ, നീ കാണുന്നില്ലേ അല്ലാ, നിന്നെ മാത്രം ആരാധിക്കുന്നവരാണ് ഞങ്ങൾ സഹിക്കുന്ന ഈ പീഡനങ്ങൾക്ക് ഒരു അറുതിയില്ല റബ്ബേ എന്ന് പറയുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സഹിക്കുക, ഒന്ന് പൊറുക്കുക എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ യഹൂദികൾ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്, അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഏറ്റുവാങ്ങിയവരാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണ് വിശ്വാസികളെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരിൽ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള കാരണം മുസ്ലിമീങ്ങളിലുണ്ടോ? അവരും അതിൽപ്പെട്ടവരാണ്. കുൽ, നബിയെ പറയുക അവരോട്, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, അള്ളാഹുവിന്റെ കലാമിലെ ആയത്താണ്, അവരോട് പറയുക. സൂറത്തുൽ മാഇദയിലെ 78-79 ആയത്തുകൾ. യാ അഹ്ലൽ കിതാബ്, യഹൂദികളെ, ക്രിസ്ത്യാനികളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, മതം പഠിപ്പിക്കാത്ത ആദർശത്തിൽ നിങ്ങൾ അതിര് കവിയരുത്, മതകാര്യങ്ങളിൽ അതിര് കവിയരുത്. അല്ലാഹ് പഠിപ്പിച്ച ഇബാദത്തുകൾ ചെയ്യുക, പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്തുകൾ, അതിൽ നിന്റെ മനസ്സിനെ കെട്ടിയിടുക. നിന്റെ ചിന്തകൾ അതിനപ്പുറം പോകരുത്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ, ചിന്തയെ കെട്ടിയിടുക. മതത്തിൽ അതിര് കവിയുക എന്നുള്ള സ്വഭാവം ജൂതന്മാർക്കുള്ളതാണ്. അല്ല പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അല്ല പഠിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർ അനുയായികളെ പഠിപ്പിക്കുക. അത് ഇന്നത്തെ മുസ്ലിമീങ്ങളിലുമുണ്ട്. എത്രയെത്ര ആചാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായം. അവരോട് ചോദിക്കുമ്പോൾ ഇത് അല്ല പറഞ്ഞതാണ്, ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ പറഞ്ഞതാണ്, ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ നാട്ടുകാർ ചെയ്തതാണ്. ഇത് യഹൂദന്മാരുടെ പാരമ്പര്യം, യഹൂദികൾ പറഞ്ഞ മറുപടിയാണ്.
യഹൂദികളുടെ പാരമ്പര്യമാണത്, വിശ്വാസികളുടെ പാരമ്പര്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ശാപം പോലും അവർ ഏറ്റുവാങ്ങിയത്. മറിയമിന്റെ പുത്രൻ ഈസ, ദാവൂദ് നബി അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ കൂടി ശപിച്ച ഒരു വർഗമാണ് ഈ യഹൂദികൾ. എന്താണ് കാരണം വിശ്വാസികളെ? കാനൂ, ഈ അമ്പിയാക്കന്മാർ ഇവരെ ശപിക്കുവാനുണ്ടായ കാരണം, ആ കാരണം നമ്മിലുണ്ടോ എന്ന് ഒരു പരിശോധന. അത് യഹൂദികളെ അല്ലേ അവർ അല്ലാഹു തആല ശപിച്ചത്? അങ്ങനെയല്ല. യഹൂദികൾ ശപിക്കുവാനുണ്ടായ ആ കാരണം നമ്മിലുണ്ടോ? നോക്കൂ, കാലു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. യഹൂദികൾ ചെയ്തിരുന്ന തിന്മകളെ പരസ്പരം അവർ തടയൂല. വലിയവന്മാർ ചെയ്യുന്ന തിന്മകളെ അവൻ തടയൂല. ദുരാചാരത്തെ അരുത് എന്ന് പറയുകയില്ല, നന്മയെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇത് യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ അരുതേ എന്ന് പറയുകയില്ല. ഇത് ബിദ്അത്താണ്, ഇത് ശിർക്കാണ്, ഇത് കുഫറാണ് എന്ന് പറയാത്തവരാണ് യഹൂദികൾ. ഇത് നമ്മളുടെ ഭാഗത്തുണ്ടായാലോ നമ്മളും അല്ലാഹുവിന്റെ ശത്രുവായി മാറും. ചുറ്റുപാടും നടക്കുന്ന ബിദ്അത്തുകൾക്കെതിരെ മൗനം പാലിച്ചാൽ, ബിദ്അത്ത് അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഒന്ന് കൂടി നിന്നാൽ, ചെയ്തോട്ടെ, മൂത്തമ്മയുടെ ആണ്ടല്ലേ, കൊച്ചാപ്പയുടെ ആണ്ടല്ലേ, നാട്ടിലെ ഉറൂസല്ലേ, ഒന്ന് ഞാൻ മാറി നിന്നാൽ എന്നെ ഒറ്റപ്പെടുത്തും. അങ്ങനെ മൗനം പാലിക്കുകയാണെങ്കിൽ അമ്പിയാക്കന്മാരുടെ ശാപവാക്കുകൾ കേട്ട ആ സമൂഹത്തിൽ മുസ്ലിംകളെ നമ്മളും പെടും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ വിശ്വാസികളെ, ഒരു സംശയവുമില്ല. യഹൂദികൾ അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുവാൻ മറ്റൊരു കാരണം നോക്കൂ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്. കിതാബിൽ പറയുന്ന ഒരു കാര്യം, ഖുർആനിലും ഹദീസിലും പറയുന്ന സുവ്യക്തമായ ഒരു കാര്യത്തെ മറച്ചു വയ്ക്കുക. ജീവിതത്തിൽ അവൻ ശരിയാണ്, അത് ശരിയാണ്, തെറ്റാണ്, പക്ഷെ അതിന് മറച്ചു വയ്ക്കും. നാട്ടുകാരെ ഭയന്ന്, വീട്ടുകാരെ ഭയന്ന്, ഇനി എനിക്ക് വീട്ടിൽ സ്വീകാര്യത ലഭിക്കുകയില്ല, ഇനി എൻ്റെ കൂട്ടുകാരിൽ എനിക്ക് സ്വീകാര്യത ലഭിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കിയ ഒരു സത്യത്തെ മറച്ചു വയ്ക്കുകയാണെങ്കിൽ അള്ളാന്റെ ശാപവും ശപിക്കുന്നവരുടെ എല്ലാവരുടെയും ശാപവും യഹൂദികളിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിംകളെ നമ്മളിലും ഉണ്ടാകും. കാരണം യഹൂദികൾ ചെയ്ത തെറ്റ്, അതേ തെറ്റ് മുസ്ലിമീങ്ങൾ ചെയ്താലോ നമുക്ക് ബാധകമല്ലെന്നാണോ? ഈ ആയത്തിന്റെ തഫ്സീറുകളിലെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്കും ഈ ആയത്ത് ബാധകമാണ്. അല്ലാതെ യഹൂദികളെ അല്ലാഹു തആല ശപിച്ചത് കൊണ്ട് മുസ്ലിമീങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയും വേണ്ട വിശ്വാസികളെ. ആ യഹൂദികൾ ചെയ്ത തെറ്റ് നമ്മിലുണ്ടോ, ആ ശാപം നമ്മിലും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അവരിലെ മറ്റൊരു ദുസ്വഭാവം നോക്കൂ, യഹൂദികളുടെ, ജൂതന്മാരുടെ മറ്റൊരു സ്വഭാവം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 34-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ജൂതന്മാരിലുള്ള ഒരു സ്വഭാവം വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ജൂതന്മാരിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്? അവരിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരിൽ അധികം ആളുകളെയും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്യുന്നു. വിശ്വാസികളെ, വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന ഏത് മലയാള തഫ്സീറുകൾ എടുത്ത് വായിച്ചു നോക്ക്, അറബി അറിയാത്തവർ വായിച്ചു നോക്ക്. ജൂതന്മാരിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി, ഉദരപൂരണത്തിന് വേണ്ടി ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നു എന്നാണ്. ഇന്നും തിന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിംകൾ. അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ചെയ്തും പ്രവർത്തിച്ചും അവരുടെ ഉദരപൂരണങ്ങൾ നടത്തുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. പരിശോധിച്ചു നോക്കുക.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഏത് ഹദീസുകളിലാണ് മൂന്നാം ഫാത്തിഹയുള്ളത്? ഏത് ഖുർആനിലെ വചനത്തിലാണ് ആണ്ട് നേർച്ചയുള്ളത്? ഏത് പ്രമാണത്തിലാണ് ഇതുപോലെയുള്ള ഉറൂസുകളുള്ളത്? പരിശോധിച്ചു നോക്ക് സഹോദരങ്ങളെ. ജൂതന്മാർ അവരുടെ സമുദായത്തിലെ ആൾക്കാരിൽ നിന്നും അന്യായമായി പണം പറ്റി ഉദരപൂരണം നടത്തിയത് മുസ്ലിംകളെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നവരാണവർ. ഇന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഖുർആൻ ക്ലാസ്സോ? പോകല്ലേ പോകല്ലേ. എന്തൊരു ഖുർആൻ ക്ലാസ്? എന്താണ് അവിടെ സ്ത്രീകൾക്കുള്ള ക്ലാസ്? എന്തിനാണ് നമ്മൾ അവിടെ പോകണം? പോയതൊക്കെ മതിയല്ലോ, ഇനി അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നവർ, മസ്ജിദുകളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന സ്ത്രീകളെ തടയുന്നവർ ഇതിന്റെ പരിധിയിൽ വരും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 114 ആയത്ത് എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ പള്ളിയിലേക്ക് വന്ന് ആരാധന ചെയ്യുന്നത് തടയുന്ന പുരുഷന്മാരെ നിങ്ങൾ അക്രമകാരികളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വിശ്വാസികളെ. ഇത് ജൂതന്മാരിൽ ഉണ്ടായിരുന്ന സ്വഭാവമാണ്. പിന്നെ ജൂതന്മാരിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്വഭാവം എന്താണ്? വല്ലദീന യക്രിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അവർ സ്വർണവും വെള്ളിയും ഇങ്ങനെ കുമിഞ്ഞു കൂട്ടുമെന്നാണ്. ഉണ്ടാകട്ടെ, കിട്ടട്ടെ, പോരട്ടെ, ബാങ്ക് ബാലൻസിൽ ഇനിയും കൂടെ പോകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊടുക്കുന്നതിനെ തടയും. സകാത്ത് പോലും അവർ നൽകുകയില്ല. ആരുടെ സ്വഭാവം? ജൂതന്മാരുടെ സ്വഭാവം. ഫബശ്ശിരുഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. ആർക്കുണ്ട്? ജൂതന്മാർക്കുണ്ട്. മുസ്ലിമീങ്ങൾക്കോ? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് സ്വർണവും വെള്ളിയും സാമ്പത്തികവും ഞങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി ഞങ്ങൾ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾക്കത് ബാധകമല്ല. ആണോ? ജൂതന്മാർ ചെയ്തിരുന്ന ആ ദുഷ്പ്രവൃത്തി മുസ്ലിംകളിലും ബാധകമാണ് എങ്കിൽ അവരും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശ്വാസികളെ വളരെ ജാഗ്രതയോടുകൂടി നാം കാണേണ്ടതാണ്. പ്രവാചകർ മുന്നറിയിപ്പ് നൽകി 1400 വർഷങ്ങൾക്ക് മുമ്പ്. ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ. സ്വഹാബാക്കളെ ആരോടായി പറയുന്നത്? സ്വഹീഹ് മുസ്ലിം, ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച ഒരു വചനാമൃതമാണ്. സ്വഹാബാക്കളെ നിങ്ങൾ മുൻഗാമികളുടെ ചര്യയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അതുപോലെ നിങ്ങളും പ്രവേശിക്കും. സ്വഹാബകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യഹൂദികളെയാണോ അങ്ങ് വിശേഷിപ്പിക്കുന്നത് മുൻഗാമികളെന്ന്? ക്രിസ്ത്യാനികളെയാണോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് മുൻഗാമികളെന്ന്? ഫമൻ, പിന്നെ ആരാ? പ്രവാചകരുടെ മറുപടി, നിങ്ങൾ ജൂതന്മാരുടെ ചര്യകളെ പിൻപറ്റും, ക്രിസ്ത്യാനികളുടെ ചര്യകളെ പിൻപറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുകയാണ്, മരണവേദനയും അനുഭവിച്ചുകൊണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്തു നിന്നും തുണിയെടുത്ത് മാറ്റും. പ്രവാചകന് വേദന തോന്നുമ്പോൾ വീണ്ടും ആ തുണിയെടുത്തിടും, വീണ്ടും ആ തുണി മാറ്റുമ്പോഴൊക്കെ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അല്ലാഹുവിന്റെ ശാപം യഹൂദികൾക്കുണ്ടാകട്ടെ, ക്രിസ്ത്യാനികൾക്കുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ്. എന്തേ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുവാൻ കാരണം? ആ യഹൂദികൾ, ആ ക്രിസ്ത്യാനികൾ, അവരിലെ നബിയുകൾ, അവരിലെ അമ്പിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറുകളെ മസ്ജിദുകളാക്കും. ആര്? അള്ളാഹു യഹൂദികളെ നശിപ്പിക്കുവാനുണ്ടായ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുവാൻ കാരണം അള്ളാന്റെ റസൂല് മരണത്തിന്റെ തൊട്ട് ദിവസം മുമ്പ് പോലും പറയുകയാണ്, അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ യഹൂദികൾക്ക്. അവർ ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ തൗഹീദ് പറഞ്ഞിരുന്ന അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. ഈ ഹദീസ് വിശദീകരിക്കുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലൗലാ ദാക ഉബ്രിസ ഖബറുഹു ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദാ. ആ യഹൂദികൾ അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ,
അവരിലെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയില്ലായിരുന്നുവെങ്കിൽ, പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കിയില്ലായിരുന്നുവെങ്കിൽ പൊന്നാര റസൂലുള്ളാന്റെ ഖബർ വെളിവാക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് കെട്ടിയടച്ചത്? ഇങ്ങനെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാ. യഹൂദികൾക്ക് വന്നുപോയ ആ തെറ്റ് മുസ്ലിമീങ്ങളും ചെയ്യും എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് പൊന്നാര റസൂലുള്ളാന്റെ ഖബർ വെളിവാക്കാത്തത്. 4 ചുമരുകൾ കൊണ്ട് ഭദ്രമാക്കപ്പെട്ട നിലയിൽ ആ പ്രവാചകരുടെ ഖബറുകൾ അടച്ചത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. യുഹദ്ദിറു മിസ്ല മാ സ്വനഉ, മുന്നറിയിപ്പാണ് ഇത് മനുഷ്യർക്ക്. സ്വഹാബികളെ, മുന്നറിയിപ്പാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. അല്ലാഹു യഹൂദികളെ ശപിക്കുവാനുണ്ടായ ഒരു കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ മുസ്ലിംകളെ നിങ്ങളും ചെയ്യരുത്. ചെയ്താലോ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. കൃത്യമാണ് സഹോദരങ്ങളെ. ജൂതന്മാരുടെ ഒരു നിലപാടും ജൂതന്മാരുടെ ഒരു സ്വഭാവവും എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ. ഈ ഹദീസുകളും ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയുമോ? അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ആ സംഭവം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. യഹൂദികളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. എന്തേ അവർ ചെയ്ത കാരണം? അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി. ഖുർആനിൽ നിന്നും അവരുടെ ഗ്രന്ഥത്തിൽ നിന്നും വന്ന ഒരു സത്യത്തെ അവർ മൂടിവെച്ചു. നാട്ടിലെ ഊരുവിലക്ക് കണ്ട്, നാട്ടിലെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ജൂതന്മാർ മൗനം പാലിച്ചു. അള്ളാഹു ശപിച്ചു അവരെ. വേദഗ്രന്ഥത്തെ മാറ്റിമറിച്ചു. ഞങ്ങളാണ് സ്വർഗത്തിന്റെ അവകാശികൾ, ഞങ്ങൾ സ്വർഗത്തിലല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് യഹൂദികൾ പറഞ്ഞുവെങ്കിൽ ഇന്നും മുസ്ലിമീങ്ങളിൽ പലരും പറയുന്നു ഞങ്ങളെ ശൈഖുനാ സ്വർഗത്തിലല്ലാതെ പിന്നെ ആരാ? ഇത് മുസ്ലിമീങ്ങളിൽ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദറാഅൻ. യഹൂദികൾ ചെയ്തതുപോലെ മുസ്ലിംകളെ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, മഹാനായ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഈ ജൂതന്മാരിൽ നിന്നും വളരെ കുറഞ്ഞ ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് കടന്നുള്ള അതൊരു ചരിത്രമാണ്. കാരണം അവരുടെ മനസ്സുകൾ അത്ര കാഠിന്യമാണ്. സുവ്യക്തമായ ഗ്രന്ഥത്തിലുള്ള സത്യം അറിഞ്ഞാൽ പോലും അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അത് ഈ ജൂതന്മാർക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ്. മറ്റുള്ള മതങ്ങളിലുള്ളവർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ജൂതമതത്തിൽ നിന്നും വളരെ കുറഞ്ഞ ആൾക്കാരെ ഇസ്ലാം മതത്തിലേക്ക്, അതിൽപ്പെട്ട ഒരു ജൂത പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് 3 കാര്യം ചോദിക്കുകയാണ്. വിശദീകരിക്കേണ്ട ഒരു സമയം നമുക്കറിയാമല്ലോ അതിൻ്റെ പരിമിതി. 3 കാര്യം അഥവാ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അടയാളം ചോദിച്ചു. അങ്ങനെ 3 ചോദ്യങ്ങൾ ആ അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടിയും കൊടുത്തു. ഇപ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന, ഞാൻ വിശ്വസിച്ചു അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ്. എന്നിട്ട് പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു കുറച്ച് മാറി നിന്നു. അതിന് മുമ്പായിട്ട് പ്രവാചകരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാൻ ജൂതനാണല്ലോ, എന്നിൽപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ വരും, ജൂതന്മാർ വരും. അവരോട് എന്നെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ കുറേ ജൂതന്മാർ പ്രവാചകരെ സന്ദർശിക്കുവാൻ വന്നപ്പോഴേക്കും പ്രവാചകർ ആ ജൂതന്മാരോട് ചോദിച്ച ചോദ്യം കൃത്യമായ രീതിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ നാം വായിക്കുകയാണ്. അയ്യു റജുലും ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, നിങ്ങളിലുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുസ്ലിമായ കാര്യം ഇവരൊന്നും അറിയില്ല, അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും കാലു അവർ പറയുകയാണ്, അഇലമുനാ വബ്ന അഇലമിനാ, മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള ഒരു വിജ്ഞാന കൊതുക് വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവോ അങ്ങേയറ്റത്തെ ആലിമുൽ അല്ലാമയാണ്, മഹാപണ്ഡിതനാണ്. ഖൈറുനാ വബ്നു ഖൈറിനാ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനാണ് അദ്ദേഹത്തിൻ്റെ പിതാവാകട്ടെ ശ്രേഷ്ഠവാന്മാരിൽ ശ്രേഷ്ഠവാനാണ്. വഅഫ്ളലുനാ വബ്നു വഅഫ്ളലുനാ, അങ്ങനെ അങ്ങനെയുള്ള കുറേ ശ്രേഷ്ഠമായ വാക്കുകൾ ഈ ജൂതന്മാരെന്ത് ചെയ്തു? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോഴേക്കും അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, അഫറഅയ്തും മിൻ അസ്ലമ അബ്ദുല്ലാഹി ഇബ്നു സലാം, അയാൾ മുസ്ലിമായത് നിങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞപ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ജൂതന്മാരുടെ മട്ട് മാറുകയാണ്, സ്വഭാവം പെട്ടെന്ന് മാറുകയാണ്.
ഖാലു അആദല്ലാഹു മിൻ ദാലിക്, അള്ളാഹു അദ്ദേഹത്തെ അതിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. അയാളങ്ങനെ മുസ്ലിം ആവൂല. ആരാ പറഞ്ഞത്? അപ്പോഴേക്കും പ്രവാചകൻ പറഞ്ഞു, മുസ്ലിമായി. അദ്ദേഹം വന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടനെ ജൂതൻ്റെ മട്ടുമാറുകയാണ്. എന്തു പറഞ്ഞു? ഫഖാലു ശർറുനാ വബ്നു ശർറിനാ, ഞങ്ങളിൽ ഏറ്റവും മോശമായവൻ, ഏറ്റവും വൃത്തികെട്ടവൻ ഈ അബ്ദുല്ലാഹിബ്നു സലാമാണ്. ഏറ്റവും വൃത്തികെട്ടവൻ്റെ പിതാവിൻ്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു സലാം. ഇത് ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സ്വഭാവം ഉണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന. കൂട്ടുകൂടുമ്പോൾ നല്ല കൂട്ടാണ്, നല്ല ചങ്ങാതെയാണ്. അദ്ദേഹത്തെ പോലെ ആലുമല്ലല്ലാമയോ, എന്ത് വിജ്ഞാനമാണ് അദ്ദേഹത്തിനുള്ളത്. നല്ലൊരു മനുഷ്യനല്ലേ, നല്ലൊരു പ്രാസംഗികനല്ലേ, നല്ല ക്ലാസ് എടുക്കുന്നയാളല്ലേ. തെറ്റിയാലോ എന്ത് ക്ലാസ്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ ക്ലാസ്, ഇനി എന്ത് ക്ലാസ്, ഇനി എന്തിനാ ഞാൻ പോകണം, അവൻ മോശപ്പെട്ടവനാണ്, അവൻ ഷർറായവനാണ്. ഇതാരുടെ സ്വഭാവമാണ് വിശ്വാസികളെ? ജൂതന്മാരുടെ സ്വഭാവമാണ്. നമ്മൾ മുസ്ലിംകളാണ്. തെറ്റിയാൽ പിണങ്ങിയാൽ മോശം പറയുന്നവനാകരുത് മുസ്ലിം. ആദർശം ഏതായിക്കൊള്ളട്ടെ, അവൻ്റെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്ന ഒരവസ്ഥ വിശ്വാസികളിൽ ഉണ്ടാകരുത്. ഇതൊക്കെ ചരിത്രമാണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ജൂതന്മാരെ അല്ലാഹു തആല ശപിച്ചത് എന്നും എപ്പോഴും അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടാകുമെന്നും നിന്ദ്യന്മാരാകുമെന്നും വിശുദ്ധ ഖുർആൻ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രവചനങ്ങൾ കൃത്യമായി ജൂതന്മാരിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഠിന ഹൃദയരാണ് അവർ. പരാജയപ്പെടും ഒരിക്കൽ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം കാണുമ്പോഴേക്കും വിശ്വാസികളെ, നാം റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒരു യുദ്ധത്തിന് വേണ്ടി ഈ ലോകം മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളുടെ ബാലൻസ് തെറ്റിപ്പോകും. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ പ്രയാസമുണ്ടാകും. അറേബ്യൻ നാടുകളിൽ വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കും. അതുവഴി ലോക മുസ്ലിംകളുടെ ഇസ്സത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം നാം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം നടക്കുകയാണ് ഇറാനും ഇസ്രായേലുമായിട്ട്. ഇറാനിലെ ആയത്തുള്ള ഖമേനിയുടെ ആദർശം അഹ്ലുസുന്നയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് അറിയുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മനസ്സുകൊണ്ട് ഇസ്രായേലിനെതിരെ ദുആ ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. യുദ്ധം ഉണ്ടാകരുത് എന്ന് തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ യുദ്ധം നടക്കുകയാണെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിംകൾക്ക് വേണ്ടി, അല്ലാഹുവേ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന, വിശ്വാസികൾക്ക് വിജയം നൽകണമേ എന്നുള്ള പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചതുപോലെയുള്ള ഒരു പതനം അള്ളാഹുവേ ജൂതന്മാർക്ക് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്നും നിർഗളിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.